I'm the president of the European Council, but I'm also an overseas Indian citizen. യൂറോപ്പിലെ ആന്റി മൈഗ്രേഷൻ ആണ്. യൂറോപ്പിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇനി സാധ്യതകളില്ല, അവിടെ പോയാൽ തല്ലുകൊള്ളും, അങ്ങനെ ഒരുപാട് വീഡിയോസായി കാണുന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ് സൈൻ ചെയ്തു ജാനുവരി 26-ാം തീയതി. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഡീൽ നടത്തും. The European Union and India must work together towards our shared prosperity and security. That's why today's free trade agreement is of historic importance. 96% ഗുഡ്സ് നമ്മൾ യൂറോപ്പിലേക്ക് അയക്കുന്നതും യൂറോപ്പ് തിരിച്ചിങ്ങോട്ട് അയക്കുന്നതിൻ്റെ മുകളിൽ രണ്ട് രാജ്യങ്ങളും ഓൾമോസ്റ്റ് ഡ്യൂട്ടി എക്സംപ്റ്റഡ് ആക്കി കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരുപാട് ഇൻഡസ്ട്രികൾ എന്ന് പറയുന്നത് ഇനി തഴച്ചു വളരാനും ഈ പറഞ്ഞ 27 യൂറോപ്യൻ യൂണിയനിൽ പെട്ട രാജ്യങ്ങളും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസ് നന്നാവാനും വിസ കണ്ടീഷൻസ് ഈസൻ ചെയ്യാനും അവിടുത്തെ തൊഴിലവസരങ്ങളും ഒക്കെ തന്നെ ബൂം ചെയ്യാനും പോകാൻ നടത്തും. When India succeeds, the world is more stable, more prosperous and more secure, and we all benefit. We did it. അതായത് ഒരു 5-6 വർഷം മുന്നേ കാനഡ PR ഫ്രണ്ട്ലി ആയപ്പോൾ എത്ര ആൾക്കാർ ഒഴുകിയോ അതിൻ്റെ ഇരട്ടി ആൾക്കാർ ഒഴുകിയെത്താനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അന്ന് ഒരു രാജ്യമാണ് PR ഫ്രണ്ട്ലി ആയതെങ്കിൽ ഇന്ന് 27 രാജ്യങ്ങളാണ് അത്തരം സാഹചര്യത്തിലുള്ളത്. അപ്പോൾ യൂറോപ്പിൽ പ്രശ്നമാണെന്നും യൂറോപ്പിൽ ഇനി ആൾക്കാർ കടത്തില്ല എന്നും ഇനി അവിടേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, അവിടുത്തെ ഗവൺമെൻറ്റിന് അവിടുത്തെ ഇൻഡസ്ട്രികൾക്ക് നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള വർക്ക് ഫോഴ്സിന് ആവശ്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കല്ല, പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലോ പഠിച്ചിട്ടുള്ള മിടുക്കന്മാരെയും മിടുക്കത്തികളെയാണ്.